ഹലോ, ഗുഡ് ഈവനിംഗ്. സ്വാഗതം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പൊതുജനം കഴുതയല്ല സർ എന്ന ഈ വാർത്താ പരിപാടിയിലേക്ക്, ജനകീയ വാർത്താ മണിക്കൂറിലേക്കാണ് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്തത്. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടാൻ, അതിന് പരിഹാരം നിർദ്ദേശിക്കാനുമുള്ള വാർത്താ മണിക്കൂറാണ് പൊതുജനം കഴുതയല്ല സർ എന്ന ഈ പരിപാടി. ഒരു മാധ്യമം എന്ന നിലയിൽ 24-ന് കഴിയുന്നതിന്റെ പരമാവധി വാർത്താ ഇടപെടൽ ഈ വിഷയങ്ങളിൽ ഉണ്ടാകും എന്ന ഉറപ്പാണ് പ്രേക്ഷകർക്ക് ഞങ്ങൾ നൽകുന്നത്. നമുക്ക് തുടങ്ങാം. പൊതുജനം കഴുതയല്ല സർ. പൊതുജനം കഴുതയല്ല സാർ. ഇന്ന് നമ്മൾ ആദ്യം പോകുന്നത് മലപ്പുറം കരുവാരക്കുണ്ടാണ്. അവിടെ വീണ്ടും കടുവയെ കണ്ടിട്ടുണ്ട്. കേരള എസ്റ്റേറ്റിൽ സൈലന്റ് വാലിയോട് ചേർന്ന പ്രദേശത്താണ് കടുവയെ കണ്ടത്. കടുവയെ പിടികൂടാത്തതിലുള്ള പ്രതിഷേധം ഈ മേഖലയിൽ ശക്തമാണ്. വനംവകുപ്പിന്റെ വാഹനം തടഞ്ഞ് നാട്ടുകാരും UDF പ്രവർത്തകരും പ്രതിഷേധിച്ചിരിക്കുന്നു. നമുക്ക് കാണാം. കരുവാരക്കുണ്ടിൽ നാളെ വനംവകുപ്പ് ക്യാമ്പ് ചെയ്യും. സമീർ ബിൻ കരീം ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് മലപ്പുറത്ത് വിവരങ്ങൾ നൽകാനാണ്. പൊതുവായ ജനങ്ങൾ ഇതിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് സ്വാഭാവികമാണ്. കാരണം നിരന്തരമായി മരണങ്ങൾ സംഭവിക്കുകയാണ്. അപ്പോൾ ആ കടുവയെ പിടികൂടണം എന്നുള്ളിടത്ത്, കടുവ മാത്രമല്ലല്ലോ, ബാക്കിയുള്ള ആനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് തന്നെ നന്നായി ശ്രദ്ധിക്കണം എന്നുള്ള പൊതുധാരണയാണ് ഉണ്ടായിട്ടുള്ളത്. അതാണ്. സമീർ ബിൻ കരീം നമ്മളോടൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. സമീർ, ഈ കരുവാരക്കുണ്ടിൽ വീണ്ടും കടുവയെ കണ്ടത് സ്വാഭാവികമായും നാട്ടുകാരിൽ ഭീതി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കേരള എസ്റ്റേറ്റിലെ സൈലന്റ് വാലിയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശത്ത് ഇപ്പോൾ ആ പ്രതിഷേധങ്ങൾ കാണുന്നത്. എന്താണ് നാട്ടുകാർ പറയുന്നത്? എന്താണ് വനം വകുപ്പിന് നാട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് നൽകാനുള്ള മറുപടി? ഇപ്പോഴും ആ പ്രതിഷേധം തുടരുന്നുണ്ടോ സമീർ? ഗോപികൃഷ്ണൻ, നിലവിൽ പ്രതിഷേധം അവസാനിച്ചിരിക്കുകയാണ്. ഇന്നലെ പ്രതിഷേധം ഉണ്ടായിരുന്നത് ഈ കരുവാരക്കുണ്ട് സുൽത്താന എസ്റ്റേറ്റിന് സമീപമാണ്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വാഹനം ഇവിടെ തടഞ്ഞുകൊണ്ട് നാട്ടുകാർ അവരെ പോകാൻ അനുവദിക്കാതെ പ്രതിഷേധിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അവർ പ്രധാനമായും പറഞ്ഞത് കഴിഞ്ഞ ഒരാഴ്ചയോളം ദിവസങ്ങളായി ഈ കടുവയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുന്നു, പക്ഷേ കടുവയെ കണ്ടിട്ട് കൂടി വെടിവെക്കാൻ വനം വകുപ്പ് തയ്യാറാകുന്നില്ല ഒരു ആക്ഷേപമായിരുന്നു അവർ ഉന്നയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് വനം വകുപ്പ് പോലീസും ചേർന്നുകൊണ്ട് നാട്ടുകാരുമായി ചർച്ച നടത്തി. ചർച്ചക്കൊടുവിൽ ഈ കരുവാരക്കുണ്ടിൽ കൂടി വനം വകുപ്പ് ക്യാമ്പ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. നേരത്തെ കാളികാവിൽ മാത്രമായിരുന്നു വനം വകുപ്പ് ക്യാമ്പ് ചെയ്തിരുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ കാളികാവിൽ മാത്രമായിരുന്നു ഈ കടുവയെ കണ്ടിരുന്നത്. പിന്നീട് കരുവാരക്കുണ്ട് മേഖലയിൽ ഈ കടുവ എത്തി എന്ന് വനം വകുപ്പിനെ അറിയിക്കുമ്പോൾ അവിടെ നിന്നും ഈ കാളികാവിൽ നിന്നും കരുവാരക്കുണ്ടിലേക്ക് വനം വകുപ്പ് എത്തുമ്പോഴേക്കും ഈ കടുവ മറ്റുള്ള ഇടങ്ങളിലേക്ക് മറയുന്നൊരു സാധ്യത ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ കടുവയെ പിടികൂടാൻ കഴിയുന്നില്ല എന്നുള്ള ചൂണ്ടിക്കാണിച്ചതോടു കൂടിയാണ് നാളെ മുതൽ തന്നെ ഈ കരുവാരക്കുണ്ടിലും ക്യാമ്പ് ചെയ്യാൻ വേണ്ടി വനം വകുപ്പ് തീരുമാനിച്ചത്. ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വനം വകുപ്പിന്റെ വാഹനം ഇവിടെ നിന്നും പോകാൻ നാട്ടുകാർ അനുവദിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കാളികാവ് കരുവാരക്കുണ്ട് പഞ്ചായത്തുകളിലെ ഈ ആർത്തല, മഞ്ഞൾപ്പാറ, മദാരിക്കുണ്ട്, സുൽത്താൻ എസ്റ്റേറ്റ്, കേരള സ്റ്റേറ്റ്, പാറശ്ശേരി, അടയ്ക്കാക്കുണ്ട്, 70 ഏക്കർ, 50 ഏക്കർ, പാന്ത്ര തുടങ്ങിയ ഇടങ്ങളിലാണ് ഇതുവരെ കടുവ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൽ ചിലയിടങ്ങളിൽ ക്യാമറയിൽ ഈ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞതാണ്, മറ്റുള്ള ഇടങ്ങളിൽ കാൽപ്പാടുകൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ഇടങ്ങളിലൊക്കെ തന്നെയുള്ള ആളുകൾ ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് വനം വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. രാവിലെയും രാത്രി സമയങ്ങളിലും ഒറ്റയ്ക്കുള്ള യാത്ര പരമാവധി ഒഴിവാക്കണമെന്നും വനം വകുപ്പ് നിർദ്ദേശം നൽകുകയാണ്. ഇന്നും ഈ ആർത്തല എസ്റ്റേറ്റിന് സമീപമാണ് ഇന്നും ഈ കടുവയെ നാട്ടുകാർ കണ്ടത്. ഇന്നലെയും ഈ ഭാഗത്ത് കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നാട്ടുകാർ വലിയ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. കാരണം കടുവയെ നേരിട്ട് കണ്ടിട്ട് പോലും വനം വകുപ്പിനെ ഇവരെ പിടികൂടാൻ കഴിയുന്നില്ല എന്നുള്ള സ്വാഭാവികമായ പ്രതികരണമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ മേഖലയിലുള്ള ആളുകളുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് ടാപ്പിംഗ് ആണ്. ഈ കടുവ സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെ ഈ നേരത്തെയും ഒക്കെ തന്നെ ഇവർക്ക് ഈ ടാപ്പിങ്ങിന് പോകാനുള്ള ഒരു കഴിയുന്നില്ല എന്നുള്ളൊരു ആശങ്കയാണ് അവർ പ്രകടിപ്പിക്കുന്നത്. കാരണം ഈ ഗഫൂർ എന്ന് പറയുന്ന ടാപ്പിംഗ് തൊഴിലാളിയാണ്. ടാപ്പിങ്ങിനിടെ ഈ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതമാർഗത്തെ ആകെ ഈ കടുവ ഭീതി ബാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം, ഈ സമീപത്തെ സ്കൂളുകളിലാണ് ഈ കുങ്കിയാനെ പാർപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മറ്റൊരു സ്കൂളിലുമാണ് താമസിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ സ്കൂൾ കൂടി തുറക്കാനായ സാഹചര്യത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട സ്കൂളുകൾക്കും ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കടുവ ദൗത്യം നീണ്ടു പോവുകയാണെങ്കിൽ അത് സ്കൂളിന്റെ പ്രവർത്തനത്തെ കൂടി ബാധിക്കുമെന്നുള്ള ഒരു ആശങ്കയും ഈ നാട്ടിലെ നാട്ടുകാർ പ്രകടിപ്പിക്കുന്നുണ്ട്.
സമീർ, ഈ കാളികാവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ക്യാമ്പ് ചെയ്തിരുന്നു. നാളെ ഇപ്പോൾ കരുവാരക്കുണ്ടിൽ ക്യാമ്പ് ചെയ്യുമെന്ന് പറയുന്നു. കടുവയുടെ സാന്നിധ്യം ഉറപ്പായ സാഹചര്യത്തിൽ സ്വാഭാവികമായും അവിടുത്തെ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ ഭയമായിരിക്കും. ഇപ്പോൾ ടാപ്പിംഗ് തൊഴിലാളികൾ ഒരുപാട് പേരുണ്ട്, അവർക്ക് സമയം നിശ്ചയിച്ച് പുറത്തിറങ്ങാൻ കഴിയില്ല. അപ്പോൾ ഈ വനം വകുപ്പിന്റെ പുതിയ നിർദ്ദേശങ്ങളെയൊക്കെ നാട്ടുകാർ എങ്ങനെയാണ് കാണുന്നത്? അവരതെല്ലാം അനുസരിക്കാൻ തയ്യാറാകുമോ? പിന്നെ നാട്ടുകാർക്ക് എല്ലായിടങ്ങളിലും ഈ വന്യജീവി ആക്രമണ ഭീതി നിലനിൽക്കുന്ന പ്രദേശങ്ങളിലൊക്കെ നാട്ടുകാർക്ക് വനം വകുപ്പിനെ കുറിച്ച് പരാതികളുണ്ട്. മുൻകൂട്ടി കാര്യങ്ങൾ അറിയിച്ചിട്ടും വേണ്ട സുരക്ഷ ഉറപ്പാക്കുന്നില്ല എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ അവർ നേരത്തെ പറയുന്നതും കേട്ടിരുന്നു. എന്താണ് കാളികാവിലെയും കരുവാരക്കുണ്ടിലെയും ഒക്കെ ജനങ്ങളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ? സ്വാഭാവികമായും അവർ ഭയത്തിലായിരിക്കും. അവർക്ക് ഈ വനംവകുപ്പിന്റെ നിർദ്ദേശങ്ങളൊക്കെ പൂർണ്ണമായും പാലിക്കാൻ അവർ സന്നദ്ധരാണോ? എന്താണ് നിലവിൽ അവരുടെ ഒരു മാനസികാവസ്ഥ? ഗോപികൃഷ്ണൻ, ഈ വനം വകുപ്പിന് കടുവയെ പിടികൂടാൻ കഴിയാത്തതിൽ നാട്ടുകാർക്ക് വലിയ പ്രതിഷേധവും അമർഷവും പരാതിയുമുണ്ട്. പക്ഷേ ഈ വനം വകുപ്പിന്റെ വാക്കുകളിൽ പ്രതീക്ഷ അർപ്പിക്കുക എന്നുള്ളതിലപ്പുറം അവർക്ക് മറ്റൊന്നൊരു കാര്യം ചെയ്യാനില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വാസ്തവം എന്നുള്ളതാണ്. അതുകൊണ്ട് കൂടിയാണ് ഇന്ന് ഈ നാട്ടുകാരുടെ ആവശ്യം കൂടി ഈ വനം വകുപ്പും കൂടി അംഗീകരിക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്. ഈ കരുവാരക്കുണ്ടിൽ കൂടി ക്യാമ്പ് ചെയ്യാൻ വേണ്ടി വനം വകുപ്പ് തീരുമാനിച്ചതും നാട്ടുകാരുടെ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. കാരണം ഈ കരുവാരക്കുണ്ടും കാളികാവും തമ്മിൽ അല്പം ദൂരമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കരുവാരക്കുണ്ടിൽ ഈ വനത്തിലും മറ്റുമൊക്കെ തന്നെ ഈ കടുവയെ കാണുന്ന സമയത്ത് ഈ നാട്ടുകാർ വനംവകുപ്പിനെ വിവരം അറിയിക്കും. അങ്ങനെ കാളികാവിൽ നിന്നും ദൗത്യ സംഘം കരുവാരക്കുണ്ടിലേക്ക് എത്തുമ്പോഴേക്കും ഈ കടുവ പോകേണ്ടിടത്തേക്ക് പോകും. അതുകൊണ്ട് തന്നെ വനംവകുപ്പിന് പിടികൂടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ന് ഈ കരുവാരക്കുണ്ട് മേഖലയിൽ കടുവ സാന്നിധ്യം സ്ഥിരീകരിച്ച മേഖലയിൽ ഒരു കൂട് കൂടി വനംവകുപ്പ് സ്ഥാപിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ നിരീക്ഷണ ക്യാമറകളും ലൈവ് സ്ട്രീമിംഗ് നിരീക്ഷണ ക്യാമറകളും വനംവകുപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതും ഒരല്പം ആശ്വാസം നൽകുന്ന ഒരു കാര്യമായിട്ടാണ് ഈ നാട്ടുകാർ കണക്ക് കൂട്ടുന്നത്. നേരത്തെ കാളികാവിൽ 3ഓളം കൂടുകൾ വനം വകുപ്പ് സ്ഥാപിച്ചിരുന്നു. പക്ഷേ ഈ കൂട്ടിലൊന്നും തന്നെ കടുവ അകപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വാസ്തവം എന്നുള്ളതാണ്. 50-ലധികം നിരീക്ഷണ ക്യാമറകളും ഏതാണ്ട് 6ഓളം വരുന്ന ഈ ലൈവ് സ്ട്രീമിംഗ് ക്യാമറകളുമാണ് ഇതുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്. ഈ 30 പേരടങ്ങുന്ന വിവിധ സംഘങ്ങളായി തിരിച്ചുകൊണ്ടാണ് RRT ഈ വനത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് തിരച്ചിൽ നടത്തുന്നത്. ഈ വനം വകുപ്പ് ഇത്തരം നടപടികളായി പോകുമ്പോഴും ആളുകൾക്ക് അതിലൊരു പൂർണ്ണമായ വിശ്വാസം ഇല്ല എന്ന് തോന്നുന്നു. ഇപ്പൊ കാളികാവിൽ കൂടി സ്ഥാപിച്ചു, അപ്പോഴേ കടുവ മറ്റൊരു സ്ഥലത്ത് കാണുന്നു, കരുവാരക്കുണ്ടിൽ ഇനി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ക്യാമ്പ് ചെയ്യാൻ പോകുന്നു, അപ്പോഴേക്കും കടുവ എത്തേണ്ടടുത്ത് എത്തിക്കാണും എന്നൊക്കെ നാട്ടുകാർ തന്നെ പറയുന്ന നിലയുണ്ടാകുന്നു. വനംവകുപ്പിനും അവരുടേതായ പരിമിതികളും പരാധീനതകളും ഒക്കെ ഒരുപക്ഷെ കാണും. പക്ഷേ നാട്ടുകാരുടെ ജീവന് സംരക്ഷണം ഉറപ്പാക്കുക, വന്യജീവികളിലെ അവരുടെ ആക്രമണ ഭീതിയിൽ നിന്ന് നാട്ടുകാരെ സംരക്ഷിക്കുക എന്നതാണ് വനംവകുപ്പിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം. അത് നടപ്പാക്കേണ്ടതാണ്. ആതിര മുക്കം ഈ വിഷയത്തിൽ അവരുടെ അഭിപ്രായം കുറിക്കുന്നുണ്ട്. കാളികാവിലും കരുവാരക്കുണ്ടിലുമുള്ളവർ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി, ഇതുവരെ കടുവയെ പിടിക്കാൻ കഴിയാത്തതിന് അത് വനംവകുപ്പിന് അനാസ്ഥയല്ലേ എന്നാണ് ചോദിക്കുന്നത്. ആതിരാം, വനംവകുപ്പിനും പരിമിതികളുണ്ട്, പക്ഷെ അതൊന്നും നാട്ടുകാരുടെ ജീവൻ രക്ഷിക്കുന്നതിനൊരു തടസ്സമാകരുത്. കാണാമറയത്തെ കടുവ വീണ്ടും രംഗത്തെത്തി എന്ന് മാത്യു എഴുതുന്നു. ഷീജ എഴുതുന്നു, അവരുടെ അവകാശമാണ് പ്രതിഷേധിക്കുന്നത്, അവർ അവിടെ പേടിച്ചിട്ടാണ് കഴിയുന്നത്, ഒരാളെ കൊന്നതാണ് കടുവ എന്ന് ഷീജ ഓർമ്മിപ്പിക്കുന്നു. ഷീജ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു സാഹചര്യമുണ്ട്. നാട്ടുകാരുടെ പ്രതിഷേധത്തെ ഒരു സന്ദർഭത്തിലും ഒരു സാഹചര്യത്തിലും നമുക്ക് അവരൊരു കുറ്റമായി പറയാൻ കഴിയില്ല. സീന മുഹമ്മദ് ചോദിക്കുന്നു, ആരുടെയെങ്കിലും പുലിപ്പല്ലുണ്ടെങ്കിൽ അത് തേടി ഒരു ജീപ്പിൽ കുത്തിത്തിരികെ ഇരുന്ന് പോയി പിടിച്ചുകൊണ്ടുവരാൻ ഈ വകുപ്പിന് വലിയ ഉത്സാഹമാണ്. വേടന്റെ വിഷയം ചൂണ്ടിക്കാണിച്ചാണ് സീന മുഹമ്മദിന്റെ ഈ പരിഹാസം നിറഞ്ഞിട്ടുള്ള ഈ പ്രതികരണം നമ്മൾ കാണുന്നത്. രവികുമാർ എഴുതുന്നു, വനം മന്ത്രി ജനങ്ങളുടെ ജീവനൊരു വിലയും നൽകുന്നില്ലല്ലോ എന്ന വിമർശനം വനം മന്ത്രിക്കുണ്ട്. അബ്രഹാം തോമസ് എഴുതുന്നു, വനം വകുപ്പും വനം മന്ത്രിയും വൻ പരാജയമെന്നാണ്. അപ്പോൾ ആളുകളൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ ഈ വാർത്തയോടെ പ്രതികരണമായി അവർ കുറിക്കുന്നുണ്ട്. ഏതായാലും ഒരു കാര്യത്തിൽ നമുക്ക് തർക്കത്തിന്റെ ആവശ്യമില്ല. വനംവകുപ്പിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം ഇത്തരം സന്ദർഭങ്ങളിൽ അവിടുത്തെ ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ്. അതിനുവേണ്ട സംവിധാനങ്ങൾ, അത് സുരക്ഷാ സംവിധാനങ്ങളാകാം, മുൻകരുതലുകളാകാം, ജാഗ്രതാ നിർദ്ദേശങ്ങളാകാം, അതെന്താണെങ്കിലും ഭീതി കൂടാതെ വീട്ടിന് പുറത്തിറങ്ങാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കാൻ വനംവകുപ്പ് മുൻകൈയെടുക്കണം. അവരതിന് തയ്യാറാകണം. അതല്ലെങ്കിൽ നാട്ടുകാരുടെ പ്രതിഷേധം അതിരുകടക്കും എന്ന കാര്യത്തിന് ധാരാളം ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. തുടരെ സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിൽ നിന്നായി വന്യജീവി ആക്രമണത്തിന്റെ വാർത്തകൾ ദിനംപ്രതി എന്നോണം വരികയാണ്. വന്യജീവികൾ കാടിറങ്ങുന്നത് തടഞ്ഞാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് അറുതി ഉണ്ടാകൂ എന്ന് നമുക്കറിയാം. അതിന് പുതിയ പദ്ധതി അവതരിപ്പിക്കുകയാണ് ഇപ്പോൾ വനംവകുപ്പ്. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ വിത്തൂൺ എന്ന പേരിലാണ് പുതിയ പദ്ധതി വനംവകുപ്പ് നടപ്പാക്കുന്നത്. എന്താണ് ഈ വിത്തൂൺ? മണ്ണും ചാണകവും മഞ്ഞളും ചേർത്ത് വിത്തുകൾ അതിനുള്ളിലാക്കി അതിനെ ഒരു ഉണ്ട പോലെ ഉരുട്ടിയെടുക്കുന്നു. ഇത് പിന്നീട് തുറസായ വനപ്രദേശത്തേക്ക് എറിഞ്ഞ് വനങ്ങളും പരിസ്ഥിതിയും പുനഃസ്ഥാപിക്കുക. ഇതാണ് വിത്തൂൺ എന്ന പദ്ധതിയിലൂടെ വനംവകുപ്പ് ലക്ഷ്യമിടുന്നത്. ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? ഇത് ഫലം കാണുമോ?
അതാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതിലേക്ക് വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ സർക്കാരിനെതിരെ ജനരോഷം ഉയരുമ്പോഴാണ് പുതിയ പദ്ധതി. വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് തടയാൻ തുടങ്ങിയ ഫുഡ് ഫോഡർ ആൻഡ് വാട്ടർ പദ്ധതിക്കൊപ്പമാണ് വിത്തൂൺ പദ്ധതിയും നടപ്പിലാക്കുന്നത്. എന്നാൽ മതിയായ പഠനമില്ലാതെ തുടങ്ങുന്ന പദ്ധതി പ്രായോഗികമല്ലെന്നാണ് ആക്ഷേപം. ആഗോളതലത്തിൽ പ്രചാരം നേടിയ വിത്ത് പന്ത്, എർത്ത് ബോൾ എന്നീ പേരുകളിൽ പ്രശസ്തമായ പദ്ധതിയാണ് വിത്തൂൺ എന്ന പേരിൽ കേരളത്തിലെ വനമേഖലകളിൽ നടപ്പിലാക്കുന്നത്. മണ്ണ്, ചാണകം, മഞ്ഞൾ എന്നിവയുടെ മിശ്രിതത്തിൽ നാടൻ മരങ്ങളുടെ വിത്തുകൾ പൊതിഞ്ഞ് തുറസായ വനപ്രദേശത്തേക്ക് എറിഞ്ഞ് വനങ്ങളും പരിസ്ഥിതിയും പുനഃസ്ഥാപിക്കുകയാണ് ലക്ഷ്യം. ജൂൺ 5 മുതൽ ഓഗസ്റ്റ് 15 വരെയാണ് നിക്ഷേപകാലം. വിഷപ്പാമ്പുകൾ, കുരങ്ങ്, പന്നി, കടുവ, പുലി, ആന തുടങ്ങിയവ ജനജീവിതത്തിന് സ്ഥിരമായി ഭീഷണി ഉയർത്തുമ്പോഴാണ് വനംവകുപ്പിന്റെ ഈ പരീക്ഷണം. കാടുവിട്ട് ജനവാസ കേന്ദ്രങ്ങളിൽ ജീവിക്കുന്ന വന്യജീവികളും പതിവായി കാടിറങ്ങുന്നവയും വനപാതകളിൽ ആക്രമണകാരികളാവുന്നവയുടെയും സ്വഭാവ രീതികളും ഇവ ഉയർത്തുന്ന ഭീഷണികളും വ്യത്യസ്തമാണ്. വന്യജീവി ആക്രമണങ്ങളിൽ ഏറ്റവും അധികം മരണം സംഭവിച്ചിരിക്കുന്നത് പാമ്പ് കടിയേറ്റാണ്. അപകടമുണ്ടായാൽ യഥാസമയം ചികിത്സ കിട്ടാതിരിക്കുന്നതും കൃത്യമായ ആന്റിവനം ലഭ്യമല്ലാത്തതുമാണ് ഇതിന് കാരണം. കായ്കനികൾ ഭക്ഷിക്കുവാൻ ഇഷ്ടപ്പെടുന്ന കാട്ടുകുരങ്ങുകൾ ജനവാസ കേന്ദ്രങ്ങളിൽ ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ആക്രമണകാരികളായി ഇവ മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന നാട്ടുകുരങ്ങുകളാണ്. കാടിറങ്ങിയ കാട്ടുപന്നികൾ നാട്ടിൻപുറങ്ങളിലെയും നഗരങ്ങളിലെയും പൊന്തക്കാടുകളിൽ പെറ്റുപെരുകിയിരുന്നു. ഭക്ഷണമാലിന്യങ്ങൾ, മാംസാവശിഷ്ടങ്ങൾ എന്നിവയാണ് ഇഷ്ടഭക്ഷണം. രാത്രികാലങ്ങളിൽ കാടിറങ്ങി കൃത്യമായി കാട്ടിലേക്ക് മടങ്ങുന്നവയാണ് ആനകൾ. ആനത്താരകൾ കയ്യേറപ്പെട്ടതും ടൂറിസം കേന്ദ്രങ്ങൾ, വനത്തിലേക്ക് കയറിയിറങ്ങിക്കിടക്കുന്ന ജനവാസ മേഖലകൾ, മണവും മധുരവും ഉപ്പുരസവുമുള്ള ഭക്ഷണ ലഭ്യത, വേനൽക്കാലത്ത് വെള്ളം യഥേഷ്ടം ലഭിക്കുന്ന സ്ഥലങ്ങൾ, ഇങ്ങനെ ആനയുടെ കാടിറക്കത്തിൻ്റെ കാരണങ്ങൾ നിരവധിയാണ്. വനാതിർത്തികളിൽ ഫലപ്രദമായ വേലികൾ, ബാരിക്കേഡുകൾ, കിടങ്ങ് എന്നിവ സ്ഥാപിച്ചും വനത്തിലൂടെയുള്ള യാത്രകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയും ആനയുടെ കാടിറക്കത്തെ നിയന്ത്രിക്കാൻ സാധിക്കും. വളരെ അപൂർവമായി മാത്രം ജനവാസ കേന്ദ്രങ്ങളിൽ വന്നു പോകുന്നവയാണ് കടുവയും പുലിയും. മ്ലാവ്, പന്നി തുടങ്ങിയവയാണ് ഇവയുടെ പ്രധാന ഇര. ഉൾവനത്തിൽ നിന്നും ഈ മൃഗങ്ങൾ വനാതിർത്തിയിലെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് കൂടുതലായി എത്താൻ തുടങ്ങിയതോടെ ഇവയും കാടിറങ്ങി. പരസ്പരം ഏറ്റുമുട്ടി തോൽക്കുമ്പോൾ നിലവിലെ കാടും ആവാസ വ്യവസ്ഥയും വിട്ടുപോകേണ്ടി വരുന്നതും എണ്ണത്തിലെ വർധനയും പരിക്കോ പ്രായത്തിൻ്റെ അവശതയോ കാരണം ഇരയെ പിന്തുടർന്ന് പിടികൂടി ഭക്ഷിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് വളർത്തുമൃഗങ്ങളെ തേടി ഇവ പ്രധാനമായും കാടിറങ്ങുന്നത്. ഇവയെ പിടികൂടി ഉൾക്കാട്ടിലെത്തിക്കുന്നതോടെ ഇവയുടെ ഭീഷണി ഒഴിവാകുന്നതാണ്. കാടിറങ്ങുന്ന വന്യമൃഗങ്ങളുടെ സ്വഭാവരീതികളും കാടിറങ്ങുന്നതിനുള്ള കാരണവും വ്യത്യസ്തമായിരിക്കെ ഇതനുസരിച്ചുള്ള പദ്ധതികളാണ് ആസൂത്രണം ചെയ്യേണ്ടത്. എന്നാൽ എല്ലാ വന്യമൃഗങ്ങളെയും ഒന്നായി പരിഗണിച്ചുകൊണ്ടാണ് വനം വകുപ്പ് പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. ഇതിനായി ചെലവാക്കുന്നതാകട്ടെ കോടികളും. പിന്നെ സംസ്ഥാനത്ത് എങ്ങനെ വന്യജീവി ആക്രമണങ്ങൾ കുറയ്ക്കാനാകും? MG പ്രതീഷ്, 24, തിരുവനന്തപുരം. പ്രതീഷ് റിപ്പോർട്ട് ചെയ്തതുപോലെ വന്യജീവികൾ കാടിറങ്ങുന്നതിന്റെ കാര്യകാരണങ്ങൾ കണ്ടെത്തി അതിനെ തടയാൻ വേണ്ടിയുള്ള, പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടലുകളാണ് വനംവകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടത്. ഇപ്പോൾ ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. കാളികാവ് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളുടെ പ്രതിഷേധം തൽക്കാലം നിർത്തിയിട്ടുണ്ട്. അതിന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ജനങ്ങൾക്ക്, നാട്ടുകാർക്ക് അവിടെ ചില ഉറപ്പുകൾ കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് നൈറ്റ് പെട്രോളിംഗ് ശക്തമാക്കും എന്നതാണ്. അതുപോലെ തന്നെ സ്ഥിരം ടീമിനെ കരുവാരക്കുണ്ട് മേഖലയിൽ നിയോഗിക്കും. അവിടെ ഒരു സ്ഥിരം ടീം, വനംവകുപ്പിന്റെ ടീം ഉണ്ടാകും. ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ യൂണിറ്റുകളെ നിയോഗിക്കും. കടുവ സാന്നിധ്യമുള്ള മേഖലയിൽ വനംവകുപ്പിന്റെ സ്ഥിരം സാന്നിധ്യവും ഉറപ്പു നൽകി. ഈ ഉറപ്പുകളുടെ അതിന്റെ ബലത്തിൽ ഇപ്പോൾ നാട്ടുകാർ തൽക്കാലം അവരുടെ പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുന്നു എന്നൊരു പുതിയ അപ്ഡേറ്റ് കൂടി ഈ വാർത്തയിൽ വരുന്നുണ്ട്. പൊതുജനം കഴുതല്ല സർ എന്ന പരിപാടി തുടരുകയാണ്. എറണാകുളം തിരുവാണിയൂരിൽ അമ്മ പുഴയിൽ എറിഞ്ഞു കൊന്ന 4 വയസ്സുകാരി പീഡനത്തിനിരയായി എന്ന വെളിപ്പെടുത്തലിൽ നാട് നടുങ്ങിയിരിക്കുകയാണ്. മരിക്കുന്നതിന് തൊട്ടു മുൻപത്തെ ദിവസവും കുഞ്ഞ് പീഡനത്തിനിരയായി. കുട്ടിയുടെ അച്ഛന്റെ ഇളയ സഹോദരനാണ് പ്രതി. കുട്ടിയെ 1.5 വർഷമായി പീഡിപ്പിച്ചിരുന്നുവെന്ന് പ്രതി പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തു. കുഞ്ഞിന്റെ കൊലപാതകത്തിലും പിന്നാലെ പുറത്തു വന്ന വിവരങ്ങളിലും ഞെട്ടലിലാണ് കുഞ്ഞിന്റെ ബന്ധുക്കളും ജന്മനാടും. കേൾക്കുന്നത് നടുക്കുന്ന വാർത്തയെന്നും വിശ്വസിക്കാനാകില്ല എന്നും പറയുന്നു അവർ. ആദ്യം നമുക്ക് നോക്കാം ചില പ്രതികരണങ്ങൾ. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിവരങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കണം. നമ്മൾ അങ്ങനെ ഒരു സംഭവം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. കൊച്ചിൻ്റെ ആ മരണം നമുക്ക് ഇതുവരെ ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല. എപ്പോഴും കളിക്കാൻ ചിരിച്ച മുഖം അല്ലാതെ കുഞ്ഞിൽ കണ്ടിട്ടില്ല. ചിരിക്കാത്ത ഒരു മുഖം കണ്ടെങ്കിലാണല്ലോ നമുക്ക് ചോദിക്കേണ്ടുള്ളൂ എന്നാ പറ്റിയേ എന്ന് ചോദിക്കണം. അങ്ങനെ ചോദിക്കാനൊരു ഇട വരുത്തിയിട്ടില്ല.
ഞങ്ങളുടെ പ്രതിനിധി YS അഭിനന്ദ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് പുതിയ വിവരങ്ങളുമായി. അഭിനന്ദ്, ഇപ്പോൾ നമുക്ക് ഒടുവിൽ വന്ന വിവരമനുസരിച്ച് അച്ഛൻ്റെ ഇളയ സഹോദരൻ ഈ കുട്ടിയെ പീഡിപ്പിച്ചിരുന്നു, കുഞ്ഞ് ബലാത്സംഗത്തിനിരയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്? ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഈ പ്രതി എന്തൊക്കെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്, എന്തൊക്കെയാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി? അമ്മയെ വീണ്ടും പോലീസ് ചോദ്യം ചെയ്യുന്നു എന്ന വിവരങ്ങൾ നേരത്തെ വന്നിരുന്നു. അതിൻ്റെ പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപികൃഷ്ണൻ, അമ്മ ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുകയാണ്. ചെങ്ങമനാട് പോലീസ് നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്യൽ തുടരും. ഇന്ന് ഏതാണ്ട് 5 ദിവസത്തെ കസ്റ്റഡിയിലേക്കാണ് ഇപ്പോൾ അമ്മയെ വാങ്ങിയിരിക്കുന്നത്. ഒപ്പം തന്നെ കൊടിയ പീഡനത്തിന് ഇരയായിയാണ് മരണപ്പെട്ടത് എന്നായിരുന്നു ഇന്നലത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായത്. കഴിഞ്ഞ തിങ്കളാഴ്ചയോടുകൂടിയാണ് ഇവിടെ നിന്നും കുട്ടിയെ കാണാതായെന്നുള്ള വാർത്ത വരുന്നത്. വാർത്തയ്ക്ക് ശേഷം പിന്നാലെ കുഞ്ഞ് അമ്മയുടെ കയ്യിൽ നിന്ന് അമ്മ പുഴയിലേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തി എന്നുള്ള വിവരം പുറത്തു വരുന്നു. അതിന്റെ നടുക്കം മാറുന്നതിന് മുൻപാണ് ഇന്നലത്തോടുകൂടി ഇത്തരത്തിലേക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ നിർണായകമായ കണ്ടെത്തൽ ഉണ്ടായത്. ഈ അമ്മയെ കസ്റ്റഡിയിൽ അന്ന് രാത്രി തന്നെ 8 മണിയോട് കൂടിയാണ് അമ്മയെ ചെങ്ങമനാട് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ കൃത്യമായ രീതിയിലുള്ള മറുപടി അമ്മ നൽകുന്നില്ല എന്ന് റൂറൽ SP മാധ്യമങ്ങളോട് അന്ന് പ്രതികരിച്ചിരുന്നു. പിന്നാലെ എറണാകുളം ആലുവ ജില്ലാ ആശുപത്രിയിലേക്ക് വൈദ്യപരിശോധനയ്ക്കായി അമ്മ എത്തിച്ചു. പിന്നാലെ ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിലേക്ക് 2 മണിക്കൂർ ചോദ്യം ചെയ്യലിനായി എത്തിച്ചപ്പോൾ അത് ആദ്യം ഒരു തരത്തിലുള്ള വിവരവും ലഭ്യമായിരുന്നില്ല. പിന്നീടാണ് ആ സമയത്ത് തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിർണായകമായ കണ്ടെത്തലുണ്ടാകുന്നു. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ് ഇത്തരത്തിലേക്ക് ഒരു നിർണായകമായ കണ്ടെത്തൽ പോലീസിനെ അറിയിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി തന്നെ അമ്മയുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. പിന്നാലെയാണ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി അമ്മയെ അന്ന് റിമാൻഡ് ചെയ്തത്. ഇന്നലെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നതും കൊടിയ പീഡനത്തിന്, ലൈംഗിക ചൂഷണത്തിന് ഇരയായതാണ് ഈ കുട്ടി കുട്ടിയെ അമ്മ പുഴയിലേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്താനുള്ള കാരണമെന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയി. അങ്ങനെ പുത്തൻകുരിശ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. ഫോറൻസിക് സംഘം, സൈബർ ടീം അടക്കം ആ സംഘത്തിനകത്ത് രൂപീകരിച്ച് കൃത്യമായ ചടുലമായ അന്വേഷണമായിരുന്നു ഇന്നലെ നടത്തിക്കൊണ്ടിരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ കുട്ടിയുടെ അച്ഛന്റെ ഇളയ സഹോദരനാണ് ഇത്തരത്തിലേക്ക് നിരന്തരമായി ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ടായെന്ന് കണ്ടെത്തുന്നത്. ഇന്ന് നമ്മൾ അവരുടെ തിരുവാങ്കുളം ഗ്രാമത്തിലെ പല ആളുകളോടും നമ്മൾ പലതരത്തിലുള്ള പ്രതികരണം ആരാഞ്ഞിരുന്നു. അംഗനവാടി ടീച്ചറൊക്കെ അംഗനവാടി ടീച്ചറിന്റെ ഒരു മൊഴി ഇതുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. കാരണം അംഗനവാടി ടീച്ചറുടെ മൊഴി അടക്കം രേഖപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് പോലീസ് പോയിരുന്നു. കാരണം ഈ അംഗനവാടി ടീച്ചറിനോട് നേരത്തെ ഇത്തരത്തിലേക്ക് ഈ കാര്യം അറിയിച്ചിരുന്നു. സ്വകാര്യ ഭാഗത്തടക്കം വേദന ഉണ്ടായിരുന്നു, അത് മൂത്രാശയ സംബന്ധമായ രോഗങ്ങളാണ് എന്ന് ഡോക്ടർമാർക്ക് നിർദ്ദേശം നൽകി. അതിന്റെ പശ്ചാത്തലത്തിലാണ് അംഗനവാടി ടീച്ചറിന്റെ അടക്കം മൊഴി രേഖപ്പെടുത്തുവാൻ തീരുമാനിച്ചത്. ഇന്ന് അംഗനവാടി ടീച്ചറിന്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു: തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള കാര്യവും അറിയില്ലായിരുന്നു. വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ദിനംതോറും ദിനപ്രതിയുള്ള കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് വന്നിരുന്ന ഒരു കുട്ടിക്ക് ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ നേരിട്ടുണ്ടായിരുന്നെന്ന് ഒരു വ്യക്തതയും ഇല്ലായിരുന്നു എന്നാണ് അംഗനവാടി ടീച്ചർ പ്രതികരിച്ചത്. ഗ്രാമപഞ്ചായത്ത് അംഗവും അതുമായി ബന്ധപ്പെട്ട പ്രതികരണമാണ് നടത്തിയത്. ഇവരുടെ കുടുംബ പശ്ചാത്തലത്തിലേക്ക് വരികയാണെങ്കിൽ 3 സഹോദരങ്ങളുള്ള ഒരു അമ്മയും അച്ഛനും 3 ആൺമക്കളുള്ള ഒരു കുടുംബം. അതിനകത്ത് മൂത്തയാളാണ് ഈ കുട്ടിയുടെ അച്ഛൻ. പിന്നാലെ 2 സഹോദരങ്ങൾ ഉണ്ടാകുന്നു. ആദ്യഘട്ടത്തിലൊക്കെ ഈ അച്ഛന്റെ ഉപജീവന മാർഗത്തിലായിരുന്നു, അച്ഛൻ ജോലി ചെയ്തുകൊണ്ട് ഈ കുട്ടിയുടെ അച്ഛന്റെ വരുമാനത്തിലായിരുന്നു കുടുംബം മുന്നോട്ട് പോയിരുന്നത്. പിന്നീട് 2 പേരും ദിവസവേതനത്തിന് അവർ പോകുന്നു. അങ്ങനെ ഒരു സാമ്പത്തിക സ്ഥിതിയൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് വന്ന ഒരു കുടുംബത്തിലാണ് ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടാകുന്നത്. ആ നടുക്കത്തിലാണ് ഇപ്പോഴും തിരുവാങ്കുളം ഗ്രാമമുള്ളത്. എന്തായാലും അമ്മയുടെ മൊഴിയടക്കം രേഖപ്പെടുത്തി കൃത്യമായ ഒരു അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുന്നത്. പുത്തൻകുരിശ് പോലീസ് നേതൃത്വത്തിൽ ഇന്നലെയാണ് ഈ അച്ഛന്റെ ഇളയ സഹോദരനെ കസ്റ്റഡിയിലെടുക്കുന്നത്. ഇളയച്ഛൻ ഇത്തരത്തിലേക്ക് കൊടിയ ലൈംഗിക ചൂഷണത്തിന് കുട്ടിയെ ഇരയാക്കിയതെന്ന് ശരി. ഏതായാലും ഈ കേസിൽ അഭിനന്ദ് ഇനിയും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. ഇങ്ങനെ കുഞ്ഞ് പീഡനത്തിനിരയായിരുന്നു എന്ന വിവരം അമ്മയ്ക്ക് അറിയാമായിരുന്നോ? അറിഞ്ഞിട്ടും പറയാതിരുന്നതാണോ? അതിന്റെ മാനസിക സംഘർഷം അവർ അനുഭവിച്ചിരുന്നോ? അതല്ലാതെ മറ്റെന്തെങ്കിലും കുടുംബ സാഹചര്യങ്ങൾ ഈ വിവരങ്ങൾ പുറത്തു വരുന്നതിന് അവർക്ക് തടസ്സമായി നിന്നിരുന്നു എന്ന് തുടങ്ങി കേരളത്തിന്റെ പൊതുസമൂഹത്തിന് അറിയാത്ത, ഇപ്പോഴും മറഞ്ഞു കിടക്കുന്ന ഒരുപാട് വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. അതൊരു പക്ഷേ ഇനി വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ നടക്കുന്ന ഇൻവെസ്റ്റിഗേഷനിലൂടെ, അന്വേഷണത്തിലൂടെ ഈ കാര്യങ്ങൾ പുറത്തു വരും എന്ന് നമുക്ക് കരുതാം. ഈ വാർത്ത വരുമ്പോൾ ധാരാളം ആളുകൾ അവരുടെ പ്രതികരണങ്ങൾ അറിയിക്കുന്നുണ്ട്. പല ആളുകളും നമുക്കറിയാം കേരളത്തിന്റെ മനസാക്ഷിയെ അക്ഷരാർത്ഥത്തിൽ നടുക്കിയതാണ്. ഇങ്ങനത്തെ എത്ര സംഭവങ്ങളാണ് ഒന്നിനു പുറകെ ഒന്നായി നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആളുകൾ പലരും ചോദിക്കുന്നുണ്ട്, ഈ വാർത്ത എങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു, ഇത് നിങ്ങൾ എങ്ങനെ വായിക്കുന്നു എന്നൊക്കെ. മാനസികമായി പ്രയാസം നിങ്ങൾക്കുണ്ടാകില്ലേ? ഏതൊരു സാധാരണ മനുഷ്യരെയും പോലെ മാനസികമായ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ഇത്തരം വാർത്തകൾ നമ്മുടെ കൺമുന്നിൽ പെടുമ്പോഴും അത് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോഴും ഒക്കെ ഞങ്ങളും അനുഭവിക്കുന്നുണ്ട്. പക്ഷേ തൊഴിലിൻ്റെ ഭാഗമായി ഈ വിവരങ്ങൾ അറിയിക്കുക എന്നതൊരു തൊഴിലായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ
തൊഴിലിൻ്റെ ഭാഗമായി ഇത്തരം കാര്യങ്ങളിലൂടെ കടന്നുപോയേ പറ്റൂ. നിങ്ങളിതിങ്ങനെ വലിച്ചു നീട്ടരുത് എന്ന് ഉണ്ണികൃഷ്ണൻ പറയുന്നു. വലിച്ചു നീട്ടുകയല്ല ഉണ്ണികൃഷ്ണൻ, ഈ കാര്യങ്ങളിൽ വരാനുള്ള വിവരങ്ങൾ നമ്മൾ ജനങ്ങളെ അറിയിക്കണ്ടേ? അത് നിങ്ങൾ പല രീതിയിൽ നിങ്ങൾക്ക് അറിയാനുള്ള മാർഗമുണ്ട്. ആ വിവരങ്ങൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ ആ വിവരങ്ങൾ അറിയിക്കുന്നു എന്ന് മാത്രം. പലരും ഈ കാര്യങ്ങളിൽ അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇനിയും പോകാം. കേരളത്തിൽ സമീപകാലത്ത് ഇത്തരത്തിൽ കുരുന്നുകൾ കുടുംബ പ്രശ്നങ്ങളിൽ ബലിയാടാകുന്ന ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2025 തുടങ്ങിയതിന് ശേഷം 6ാമത്തെ സംഭവമാണ് തിരുവാങ്കുളത്തെ കുഞ്ഞിന്റെ കൊലപാതകം. 2025 ജനുവരി 30-നാണ് തിരുവനന്തപുരം ബാലരാമപുരത്ത് അമ്മാവൻ 2 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത്. നമുക്ക് ഇപ്പോൾ ഇതിൽ കാണുന്നത് പോലെ തന്നെ ആ സംഭവം ഒന്നും നമ്മുടെ മനസ്സിൽ നിന്ന് പോകാനുള്ള സമയമായിട്ടില്ല. ഈ അമ്മാവൻ 2 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവം ആ സമയത്ത് നമ്മൾ വലിയ രീതിയിൽ ചർച്ച ചെയ്ത സംഭവമാണ്. പ്രതി അമ്മാവൻ ഹരികുമാർ ആയിരുന്നു. കിടന്നുറങ്ങുകയായിരുന്ന 2.5 വയസ്സുകാരി ദേവേന്ദുവിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. ദേവേന്ദുവിൻ്റെ അമ്മ ശ്രീതുവുമായുള്ള വ്യക്തിപരമായ വൈരാഗ്യമാണ് ഈ കൊലയ്ക്ക് കാരണമെന്നായിരുന്നു അന്ന് പോലീസിന്റെ കണ്ടെത്തൽ. മറ്റൊരു സംഭവം 2025 ഫെബ്രുവരി 28-നാണ്. അത് കോട്ടയം ഏറ്റുമാനൂരിൽ ഷൈനി എന്ന യുവതി 2 പെൺമക്കളുമായി ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു. കല്യാണം കഴിഞ്ഞ നാൾ മുതൽ ഷൈനി ഭർത്താവിന്റെ വീട്ടിൽ പീഡനം നേരിട്ടുകൊണ്ടിരുന്നു. നമുക്ക് ആ വാർത്തയെല്ലാം ഓർമ്മയുണ്ട്. ഇപ്പോഴും പീഡന വിവരം പലപ്പോഴും മകൾ വീട്ടിൽ അറിയിച്ചിരുന്നുവെന്നും ഷൈനിയുടെ പിതാവ് കുര്യാക്കോസ് അന്ന് വ്യക്തമാക്കിയതും ഇന്നും നമ്മുടെ മനസ്സിലുണ്ട്. ഇനി മറ്റൊരു സംഭവം ഉണ്ടായത് 2025 മാർച്ച് 19-നാണ്. അത് കൊല്ലത്ത് 2.5 വയസ്സുകാരനെ കൊലപ്പെടുത്തിയ ശേഷം അച്ഛനും അമ്മയും ജീവനൊടുക്കിയ സംഭവം നമ്മുടെ മനസ്സിലുണ്ട്. കൊല്ലം മയ്യനാട് വലിയ വിള അജീഷ് ഭവനിൽ അജീഷ്, ഭാര്യ സുലു, മകൻ ആദി എന്നിവരാണ് മരിച്ചത്. രോഗം ബാധിച്ചതിലെ മനോവിഷമവും സാമ്പത്തികമായ ബാധ്യതയുമാണ് കാരണം എന്ന് കാണിക്കുന്ന ആത്മഹത്യാക്കുറിപ്പ് പിന്നീട് പോലീസിന് ലഭിച്ചു. നാടിനെ ആകെ കണ്ണീരിലാഴ്ത്തിയ ഒരു സംഭവമായിരുന്നു മയ്യനാടുണ്ടായത്. ഇനിയൊരു സംഭവം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് 2025 ഏപ്രിൽ 11-ന് കണ്ണൂർ മീൻകുന്നിൽ 2 മക്കളെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തി മാതാവ് ജീവനൊടുക്കിയ സംഭവമാണ്. ഇപ്പോൾ നിങ്ങൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ മീൻകുന്ന് സ്കൂളിന് സമീപത്തെ ഭാമയും 14 11 വയസ്സുള്ള മക്കളുമാണ് അന്ന് മരിച്ചത്. പുലർച്ചെ 3 മണിയോടെയാണ് മീൻകുന്ന് സ്വദേശി ഭാമയെയും 2 മക്കളെയും കാണാനില്ല എന്ന വിവരം വീട്ടുകാർ അറിയുന്നത്. തൊട്ടു പിന്നാലെ അയൽവാസികളെയും പോലീസിനെയും വിവരം അറിയിച്ചു. പിന്നാലെ തന്നെ ആദ്യഘട്ടത്തിൽ വീടിനോട് ചേർന്നുള്ള കിണറ്റിലും തിരച്ചിൽ നടത്തിയെങ്കിലും മൃതദേഹങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. പിന്നെ രാവിലെ 7:30 വീണ്ടും പരിശോധിച്ചപ്പോഴാണ് കിണറ്റിൽ ഭാമയുടെ മൃതദേഹം കണ്ടെത്തിയത്. മാനസിക പ്രശ്നങ്ങൾക്ക് ഭാമ ചികിത്സ തേടിയിരുന്നുവെന്നും നേരത്തെയും ആത്മഹത്യാ പ്രേരണ ഉണ്ടായിരുന്നുവെന്നും പിന്നീട് പോലീസ് പറഞ്ഞു. 2025 ഏപ്രിൽ 15-നുണ്ടായ മറ്റൊരു സംഭവം കോട്ടയം ഏറ്റുമാനൂർ പള്ളിക്കുന്നിൽ 2 പിഞ്ചു കുഞ്ഞുങ്ങളുമായി ഹൈക്കോടതി അഭിഭാഷക ജിസ്മോൾ മീനച്ചിലാറ്റിൽ ചാടി ജീവനൊടുക്കിയ സംഭവമാണ്. സ്കൂട്ടറിൽ മക്കളോടൊപ്പം എത്തി റോഡരികിൽ നിർത്തിയിട്ട ശേഷം ആറ്റിൽ ചാടിയ ജിസ്മോളെയും കുഞ്ഞുങ്ങളെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അന്ന് ജിസ്മോൾ ഗാർഹിക പീഡനത്തിനിരയായിരുന്നുവെന്ന് പിന്നീട് അന്വേഷണത്തിൽ കണ്ടെത്തുകയായിരുന്നു. ഇങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ ഈ വർഷാരംഭത്തിനു ശേഷം നമ്മൾ കണ്ടു. അതിലേക്ക് നമ്മളൊന്ന് പെട്ടെന്ന് കണ്ണോടിച്ചതാണ് ഈ മണിക്കൂറിൽ. പ്രതിയെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയിരിക്കുന്നു എന്ന ആ വാർത്തയിലേക്ക് നമുക്ക് കടക്കുകയാണ്. നമ്മൾ ഇതിലൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ അമൽ സുരേന്ദ്രൻ നമുക്ക് നൽകും. പ്രതിയെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയി എന്നതാണ് അമൽ നൽകുന്ന പുതിയ അപ്ഡേറ്റ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. അമൽ പറയൂ. അജിക്ക് ഏതായാലും പ്രതിയെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയിരിക്കുകയാണ്. പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കി ഇപ്പോൾ കോലഞ്ചേരി മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്കാണ് പ്രതിയെ കൊണ്ടുപോകുന്നത്. പ്രതിയെ റിമാൻഡ് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇന്ന് ഉച്ച കഴിഞ്ഞ് പ്രതിയുടെ മെഡിക്കൽ പരിശോധനകളെല്ലാം പൂർത്തിയാക്കിയിരുന്നു. ഏതായാലും സമൂഹത്തെ ഒന്നാകെ നടുക്കിയ ഒരു വാർത്തയുടെ പിന്നാലെയാണ് ഇപ്പോഴും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ പ്രതിയെ ഇന്ന് റിമാൻഡിൽ ചെയ്താൽ നാളെ കസ്റ്റഡി അപേക്ഷ കൊടുക്കുവാനുള്ള സാധ്യതകളാണ് നിലനിൽക്കുന്നത്. ഇന്ന് കുട്ടിയെ 4 വയസ്സ് മാത്രമുണ്ടായിരുന്ന കുട്ടിയെ പുഴയിൽ എറിഞ്ഞു കൊന്ന പെറ്റമ്മയെ ഇന്നെന്തായാലും കസ്റ്റഡിയിൽ പോലീസ് വാങ്ങിയിട്ടുണ്ട്. 4 ദിവസത്തെ കസ്റ്റഡിയിലാണ് വാങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഈ കുട്ടിയെ ലൈംഗികമായിട്ട് ഉപദ്രവിച്ചു എന്ന് പോലീസിന് മനസ്സിലായിട്ടുള്ള ഈ കുട്ടിയുടെ പിതൃ സഹോദരനെ ഇന്ന് റിമാൻഡ് ചെയ്താൽ നാളെ കസ്റ്റഡി അപേക്ഷ കൊടുക്കും. അതിനുശേഷം ഈ പ്രതിയെ കൂടി കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം കുട്ടിയുടെ അമ്മയുമായി ചേർത്തിരുത്തിക്കൊണ്ട് ചോദ്യം ചെയ്യുവാനുള്ള സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പുത്തൻകുരിശ് ഡിവൈഎസ്പി അടക്കമുള്ളവരുടെ സംഘമാണ് പ്രതിയുമായിട്ട് ഇപ്പോൾ മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ കോലഞ്ചേരിയിലേക്ക് പ്രതിയുമായിട്ട് പോലീസ് സംഘം എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഗോപികൃഷ്ണൻ.
ശരി, അമൽ നൽകിയ വിവരങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. പലരും ഈ കാര്യത്തിലും അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നുണ്ട്. ശ്രീരാജ് കാലിക്കറ്റ് എന്ന ഐഡിയിൽ വന്ന സന്ദേശം ഇങ്ങനെ പറയുന്നു: ഇതൊക്കെ ഇങ്ങനെ വർദ്ധിക്കുകയാണ്, ഇതിനെതിരെ എന്തെങ്കിലും നിയമനിർമ്മാണം നടത്തേണ്ടത് അത്യാവശ്യമല്ലേ? ഇനി കണ്ണു തുറക്കുമ്പോൾ വളരെ വൈകിപ്പോയി കാണും ഭാവി കേരളത്തെ രക്ഷിക്കുക എന്ന് പറയുന്നു. ഉറപ്പായും ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു നടപടികൾ ആവശ്യമാണ്. പക്ഷേ ഒരു നിയമനിർമ്മാണം എന്നതിനേക്കാൾ അപ്പുറത്ത് കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തിനും കുടുംബ ബന്ധങ്ങളിലുമൊക്കെ എന്ത് സംഭവിക്കുന്നു, എന്തുകൊണ്ടാണ് നമുക്ക് ഇടയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്, ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഏറി വരുന്നത്, അതിൻ്റെ സാമൂഹിക കാരണങ്ങൾ, അതിൻ്റെ സോഷ്യൽ റീസൺസ് കൂടി കണ്ടെത്തി അതിന് പരിഹാരം കാണാൻ കഴിയുന്ന രീതിയിൽ കുടുംബ ബന്ധങ്ങളിൽ, സാമൂഹിക ബന്ധങ്ങളിൽ നിയമ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക, അങ്ങനെ പല തരത്തിലുള്ള പരിഹാര മാർഗങ്ങളാണ് നമ്മുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. നിയമനിർമ്മാണം കൊണ്ട് മാത്രം പരിഹരിക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമല്ല ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. റീന സതീശൻ ചോദിക്കുന്നു, വ്യക്തി വൈരാഗ്യങ്ങളും ദാമ്പത്യ പ്രശ്നങ്ങളും കുട്ടികളെ കുരുതി കൊടുത്തിട്ട് എന്തിനാണ് തീർക്കാൻ ശ്രമിക്കുന്നത്? റീന, ഇതൊക്കെ സാമാന്യ ബോധമുള്ള ബുദ്ധിയുള്ള ആളുകൾക്ക് മാത്രം മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. ചില ഘട്ടങ്ങളിൽ അതെല്ലാം നമ്മൾ കൈവിട്ടു പോകുന്നു, നമുക്ക് കൈമോശം വരുന്നു ആ ബുദ്ധിയൊക്കെ. അപ്പോഴാണ് ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നത്. മിനി ബാബു ആലപ്പുഴയിൽ നിന്ന്, കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുമ്പോൾ പലപ്പോഴും കുഞ്ഞുങ്ങളാണ് ബലിയാടാകുന്നത്. ഞാൻ നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞു, കേരളത്തിലെ കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് പഠനം നടത്തിയ ഒരാൾ ഒരു ഘട്ടത്തിൽ എന്നോട് പറഞ്ഞത്, കേരളത്തിലെ കുടുംബ ബന്ധങ്ങൾ നിലനിൽക്കുന്നത് തന്നെ കുഞ്ഞുങ്ങളെ കരുതിയാണ്. കാരണം പല മാതാപിതാക്കളും അവരുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കുടുംബ ബന്ധങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടി കടന്നു വരുന്നത്. എബ്രഹാം തോമസ് പറയുന്നു, ഇനി ഈ നാടിന് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയാൻ പറ്റുമോ? കേരളത്തിലെ ചില മനുഷ്യരിൽ ചെകുത്താൻ നിലകൊള്ളുന്നു. എല്ലായിടങ്ങളിലും എബ്രഹാം ഇത്തരത്തിലുള്ള ആളുകളുണ്ട്, നെഗറ്റീവ് എനർജി പലയിടങ്ങളിലുണ്ട്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും പലയിടങ്ങളിലുമുണ്ട്. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് തന്നെയാണ്. അതിലെ നന്മകളെയും അതിൻ്റെ മൂല്യങ്ങളെയും ഒക്കെ സംരക്ഷിച്ച് നിർത്താൻ നമുക്ക് കഴിയണം എന്ന് മാത്രം. നമുക്ക് ഒരു ചെറിയ ഇടവേള എടുക്കാം. പൊതുജനം കഴുതിയ സർ എന്ന ഈ പരിപാടിയിൽ ഇനിയും കുറേ അധികം റിപ്പോർട്ടുകൾ നമുക്ക് നോക്കാനുണ്ട്. നാടിൻ്റെ വിവിധ ഇടങ്ങളിൽ നേരിടുന്ന ജനകീയ പ്രശ്നങ്ങൾ കൂടിയാണ് ഈ ഒരു മണിക്കൂർ നമ്മൾ ചർച്ച ചെയ്തതെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് അത്തരത്തിലുള്ള വാർത്തകളിലേക്ക്, റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് പോകാം. പൊതുജനം കഴുതിയ സർ എന്ന ഈ പരിപാടി തുടരുകയാണ്. അടുത്ത വാർത്തയിലേക്ക് പോകുന്നതിന് മുൻപ് 3 വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞ് കൊന്ന കേസിൽ അതിൽ കുട്ടി പീഡനത്തിനിരയായിരുന്നു. അത് കുട്ടിയുടെ അച്ഛൻ്റെ ഇളയ സഹോദരനാണ് അതിലെ പ്രതി എന്ന് നമ്മൾ പറഞ്ഞു. ഒരുപാട് ആളുകൾ, നിസാം കൊല്ലം, അതിനുശേഷം പിന്നീട് പവിത്രൻ പാതിരപ്പറ്റ, അതുപോലെ തന്നെ റംല സുനിത, സീന മുഹമ്മദ്, അങ്ങനെ കുറേ അധികം ആളുകൾ, രവികുമാർ, അങ്ങനെ കുറേ അധികം പ്രേക്ഷകർ എന്തുകൊണ്ടാണ് ഈ പ്രതിയുടെ മുഖം നമ്മൾ കാണിക്കാത്തത്, ആ പ്രതിയെ എല്ലാവരും കാണട്ടെ, അയാളെ വധശിക്ഷയ്ക്ക് വിധിക്കണം എന്നൊക്കെയുള്ള പല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്കറിയാം, പോക്സോ കേസിൽ ഇരയാക്കപ്പെട്ട കുട്ടിയുടെ ഐഡന്റിറ്റി വെളിവാകുന്ന തരത്തിലുള്ള ഒരു സൂചനകളും നൽകാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ കേസിൽ പ്രതിയുടെ പേരോ അതല്ലെങ്കിൽ പ്രതിയാക്കപ്പെട്ട ആളുടെ ചിത്രമോ ദൃശ്യങ്ങളോ ഞങ്ങൾ കാണിക്കാതിരിക്കുന്നത്. അത് നിയമപരമായ ഒരു ബാധ്യതയാണ്. അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പ്രതിയുടെ പേരോ ചിത്രങ്ങളോ കാണിക്കാതിരിക്കുന്നത്. നമുക്കറിയാം, ഡൽഹിയിലെ നിർഭയ എന്ന കേസ് നമുക്കറിയാം. ആ ക്രൂര പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ പേര് നിർഭയ എന്നല്ല, പക്ഷെ പേര് വെളിപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് നിർഭയ. അപ്പോൾ രാജ്യത്തിൻ്റെ നിയമ സംവിധാനങ്ങളുടെ നിയമവ്യവസ്ഥയും അനുശാസിക്കുന്ന തരത്തിലാണ് നമുക്ക് വാർത്തകൾ നൽകാൻ കഴിയൂ. അതിൻ്റെ പേരിലാണ്, അല്ലെങ്കിൽ അത് കാരണമാണ് ആ പ്രതിയുടെ ചിത്രമോ പേരോ ദൃശ്യങ്ങളോ കാണിക്കാൻ കഴിയാത്തത്. ഇപ്പോൾ ഇതിൽ സംശയമുള്ള പ്രേക്ഷകർക്ക് സംശയം മാറിക്കാണും എന്ന് കരുതുന്നു. മറ്റു വാർത്തയിലേക്ക്. നിർമ്മാണം പൂർത്തിയാകാൻ 11 ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് കൂരിയാട് ദേശീയപാത തകർന്നു വീണത്. ഇപ്പോൾ സംഭവത്തിൽ പ്രതിഷേധം കനക്കുന്നുണ്ട്. മുസ്ലിം യൂത്ത് ലീഗ് കൂരിയാട് പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. ദേശീയപാത നിർമ്മാണത്തിലെ അപാകതയിൽ കേന്ദ്ര സർക്കാർ കടുത്ത നടപടിയെടുത്തിട്ടുണ്ട്. ദേശീയപാത നിർമ്മാണ കമ്പനിയായ KNR കൺസ്ട്രക്ഷനെ കേന്ദ്ര സർക്കാർ ഡീബാർ ചെയ്തിരിക്കുന്നു എന്നതാണ് ആ നടപടി. വാർത്ത കാണാം. 90% പണി പൂർത്തിയായ ദേശീയപാതയാണ് മഴയെത്തും മുൻപേ കൂരിയാട് തകർന്നു വീണത്. ഇനി വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വേണം തുടർ നടപടികൾ സ്വീകരിക്കാൻ. പക്ഷേ ഇതൊന്നുമില്ലാതെ ഇവിടുത്തെ നാട്ടുകാർ ഉറക്കെ പറഞ്ഞതാണ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത. പക്ഷേ ചെവി കൊണ്ടില്ല. ഇപ്പോൾ പരക്കം പായൽ. അപകടം നടന്ന കൂരിയാട് സമരങ്ങൾക്ക് കൂടി വേദിയാവുകയാണ്. നിർമ്മാണത്തിലെ അശാസ്ത്രീയത ആരോപിച്ചാണ് മുസ്ലിം യൂത്ത് ലീഗ് ഇന്ന് പ്രതിഷേധവുമായി എത്തിയത്. പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. തുടർച്ചയായുള്ള പരാതികൾ അവഗണിച്ച് അപകടം വിളിച്ചു വരുത്തിയതാണെന്ന് ലീഗ് MLA-മാരായ KPM മജീദും P അബ്ദുൽ ഹമീദും. യാതൊരുവിധ നടപടി ചെയ്യാതെ ഈ മലപ്പുറം ജില്ലയിലെ ആളുകളെ കുരങ്ങി കളിപ്പിക്കുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങൾ പറയാനുള്ളത്.
അതുകൊണ്ട് ഈ നിരുത്തരവാദ നിലപാടുമായിട്ടാണ് പോകാൻ ഉദ്ദേശിക്കുകയെങ്കിൽ അവരെ ഇവിടെ വെച്ച് തന്നെ ഉപരോധിക്കുകയും ഈ പരിപാടി തെറ്റി തിരുത്താതെ അവരെ വിടുന്ന പ്രശ്നമില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കാലവർഷം നേരത്തെ വന്നതുകൊണ്ടാണ് അപകടം മുൻകൂട്ടി ഇവിടെ സംഭവിച്ചത്. നേരെ മറിച്ച് കുറച്ചുകൂടി കാലവർഷം നീളുമായിരുന്നെങ്കിൽ ഇവർ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങി നാടുവിടുമായിരുന്നു. നിർമ്മാണത്തിലെ വീഴ്ച നിയമസഭയിലടക്കം ചൂണ്ടിക്കാട്ടിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് MLA-മാർ. മുഖ്യമന്ത്രിയുടെയും മന്ത്രി PM മുഹമ്മദ് റിയാസിന്റെയും ചിത്രമുള്ള മാസ്ക് ധരിച്ചെത്തിയ യൂത്ത് ലീഗ് പ്രവർത്തകർ റോഡിന് വിള്ളൽ വന്ന ഇടങ്ങളിൽ പ്രതീകാത്മകമായി പശയൊടിച്ച് ഒട്ടിച്ച് പ്രതിഷേധിച്ചു. ഈ പഞ്ചറായ വാഹനങ്ങൾ നമ്മൾ ഓട്ടയടച്ച് കാണാറുണ്ട്. അതേപോലെ തന്നെ ചെറിയ ചെറിയ റോഡുകളും നമ്മൾ ഓട്ടയടച്ച് കാണാറുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി റോഡ് തന്നെ, അതായത് കോടികൾ മുടക്കി നിർമ്മിക്കുന്ന റോഡുകൾ വിണ്ടുകീറിയാൽ അത് പശ ഒട്ടിച്ച് ഓട്ടയടക്കുന്നത് ചരിത്രത്തിൽ ആദ്യമാണ്. ദേശീയപാത നിർമ്മാണത്തിലെ അപാകതയിൽ കേന്ദ്ര സർക്കാർ കടുത്ത നടപടിയെടുത്തു. കരാർ കമ്പനിയായ KNR കൺസ്ട്രക്ഷനെ ഡീബാർ ചെയ്തു. 2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. കൺസൾട്ടന്റായ ഹൈവേ എഞ്ചിനീയറിംഗ് കമ്പനിക്കും വിലക്ക് ഏർപ്പെടുത്തി. തുടർ കരാറുകളിൽ ഇരു കമ്പനികൾക്കും പങ്കെടുക്കാനാവില്ല. എന്നാൽ കൂരിയാട് തുടർ നിർമ്മാണ പ്രവർത്തികൾ എങ്ങനെയാകുമെന്നാണ് ജനങ്ങളുടെ ചോദ്യം. കൂരിയാട് കൊണ്ട് മാത്രം തീരുന്നില്ല പ്രശ്നങ്ങൾ. തലപ്പാറയിലും അമ്മാലിപ്പടിയിലും പുതിയ വിള്ളലുകൾ കണ്ടെത്തിയിരിക്കുകയാണ്. കടുത്ത ആശങ്കയിലാണ് ജനങ്ങൾ. എളുപ്പത്തിൽ സഞ്ചരിക്കാമെന്നുള്ള അവരുടെ പ്രതീക്ഷയാണ് ഈ റോഡ് പോലെ തകർന്ന് തരിപ്പണമായിരിക്കുന്നത്. ക്യാമറമാൻ അബിദ് കല്ലായിക്കൊപ്പം സമീർ ബിൻ കരീം, 24 തിരൂർ. പൊതുജനം കഴുതയല്ല സാർ. നിർമ്മാണം ആരംഭിക്കുന്നതിന് മുൻപേ പലപ്പോഴായി നാട്ടുകാരും ജനപ്രതിനിധികളും മുന്നറിയിപ്പ് നൽകിയതാണ്. പലപ്പോഴും അശാസ്ത്രീയത ചൂണ്ടിക്കാട്ടിയതുമാണ്. ഒരു അപകടം വന്നപ്പോഴാണ് അധികൃതർ ഓടിയെത്തിയത്. മഴക്കാലം എത്തുന്നതിന് മുൻപേ ഇങ്ങനെയാണെങ്കിൽ മഴ ശക്തമായാൽ എന്തായിരിക്കും നമ്മുടെ റോഡുകളുടെ അവസ്ഥ? ഇത് ചോദിക്കുമ്പോൾ പ്രദേശവാസികൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. അവരുടെ പ്രതികരണങ്ങളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ സംഗതി നടക്കുന്നത് വരെ 2 വാപ്പമാരായിരുന്നു ഈ റോഡിന്. ഇപ്പോൾ ഒരു യത്തീമായ അവസ്ഥയാണ്. ആരും ഏറ്റെടുക്കാനില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ ദേശീയപാത കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും ഇതിന്റെ ഉത്തരവാദിത്തം ഗഡ്കരിക്കുണ്ട്, റിയാസിനുണ്ട്. 2 പേരും ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടാറുള്ളത്. ഇത് 2 സൈഡിൽ കൂടി ചെറിയ തോടുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നികത്തിയിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇത് ശാസ്ത്രീയമായ പരിശോധനകളൊക്കെ നടത്തേണ്ടതായിരുന്നു. പിന്നെ ഇവിടെ തൂട് വെച്ചിട്ട് അതിലൂടെയാണ് റോഡ് നിർമ്മിക്കേണ്ടതുണ്ടായിരുന്നത്. പക്ഷെ അത് ഇവിടെ സംഭവിച്ചില്ല എന്നുള്ളതാണ്. കാരണം അവർ സാമ്പത്തിക ലാഭം നോക്കി ഈ കാര്യങ്ങളാണ് അവർ ശ്രമിച്ചത്. ഈ വിഷയം നാട്ടുകാർ ആദ്യം ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അശാസ്ത്രീയപരമായ നിർമ്മാണമാണ് ഇത്തരത്തിൽ വലിയൊരു വീഴ്ചയ്ക്ക് കാരണമായത്. കാരണം ഇത്തരത്തിൽ ഈ ഒരു 14 മീറ്ററോളം ഹൈറ്റിൽ ഇത് ഉയർത്തി പൊന്തിക്കുമ്പോൾ ഇത് പാടത്താണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ വേണ്ട ഒരു പരിശോധന നടത്താത്തതാണ് ഈ ഒരു വീഴ്ചയ്ക്ക് കാരണം. റോഡ് ആകെ തകർന്നിരിക്കുകയാണ്. ഇത് പൊതുജനങ്ങൾക്കാണെങ്കിലും നാട്ടുകാർക്കാണെങ്കിലും വളരെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ വളരെ ഗതാഗതത്തിൻ്റെ ഒക്കെ പോലീസിനും നാട്ടുകാർക്കൊക്കെ വളരെ പ്രയാസങ്ങളാണ്. ഇത് അതിവേഗം ലക്ഷ്യസ്ഥാനത്തെത്താൻ നിർമ്മിക്കുന്ന ദേശീയപാതകളുടെ ശോചനീയ അവസ്ഥയാണ് ഇന്നും ഇന്നലെയുമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരിടത്തു നിന്നുള്ള കാഴ്ചകളായിരുന്നില്ല അതൊന്നും. ഇപ്പോൾ കണ്ട മലപ്പുറം കൂരിയാടിന് പുറമെ മമ്മാലിപ്പടി, തലപ്പാറ, കാസർഗോഡ്, മാവുങ്കൽ, തൃശൂർ, ചാവക്കാട്, മണത്തല, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കണ്ണൂർ, കുപ്പം, ഇങ്ങനെ തുടർച്ചയായി പല തവണയാണ് കുപ്പത്ത് മണ്ണിടിഞ്ഞത്. ഗുണനിലവാരം വാഗ്ദാനം ചെയ്ത് നിർമ്മിക്കുന്ന ഈ റോഡുകൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? കണ്ണൂർ കുപ്പത്തെ മണ്ണിടിച്ചിലിലെ അപാകതകൾ തുറന്ന് സമ്മതിക്കുന്നുണ്ട് ദേശീയപാത അതോറിറ്റി. DPR-ൽ അപാകതയുണ്ടെന്ന് അധികൃതർ പറയുന്നു. അപ്പോഴും ചോദ്യം ഒന്നേ ഒന്ന്: മണ്ണിടിച്ചിൽ വെള്ളവും ചെളിയും കയറിയ വീടുകളിലുള്ളവർ എന്ത് ചെയ്യും? നാട്ടുകാരുടെ ആവശ്യങ്ങൾ എന്താണ് എന്ന് നോക്കാം. നാട്ടുകാർക്ക് എന്തൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ? വെള്ളം ഒഴുകിപ്പോകാൻ കൃത്യമായ ഒരു ഡ്രെയിനേജ് നിർമ്മിക്കണം എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ആവശ്യം. മഴക്കാലം ശക്തമാകുന്നതിന് മുൻപേ ഉണ്ടായ അപകടമാണ് നമ്മൾ കണ്ടത്. മഴ പെയ്താൽ അപ്പോൾ തന്നെ സ്ഥിതി എന്താകും? അപ്പോൾ മഴവെള്ളം ഒഴുകിപ്പോകാൻ ഒരു ഡ്രെയിനേജ് സംവിധാനം നിർമ്മിക്കണം എന്നതാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം. ഡ്രെയിനേജ് നിർമ്മിക്കണം എന്നത് ഒരു ആവശ്യം. രണ്ടാമത്തെ ആവശ്യം നഷ്ടപരിഹാരം നൽകണം. അതായത് മണ്ണിടിച്ചിലുണ്ടായതോടെ സമീപത്തെ വീടുകളിൽ വെള്ളം കയറി, മുറികളിൽ ചെളി വന്നടിഞ്ഞു, പാത്രങ്ങളും അതുപോലെ തന്നെ ഫർണിച്ചറുകളുമൊക്കെ നശിച്ച് ഇല്ലാതായി, സർട്ടിഫിക്കറ്റുകൾ, പഠനോപകരണങ്ങൾ ഇതൊക്കെ ഇതിൽ നശിച്ചു പോയിട്ടുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെ നഷ്ടപരിഹാരം ലഭിക്കണം എന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ടെങ്കിൽ അത് വളരെ ന്യായമായ ഒരു കാര്യമാണ്. ഇതിന് ഇനി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ NHAI അവർ നൽകുന്ന മറുപടി എന്താണെന്ന് നോക്കാം. NHAIയുടെ വാദം എന്താണ്? അവരെന്താണ് ഈ കാര്യങ്ങളിൽ പറയുന്നത്? മണ്ണിടിച്ചിൽ ഉണ്ടെങ്കിലും അപകട ഭീഷണി ഇല്ല എന്നതാണ് ദേശീയ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം.
ഇനി അപകട സ്ഥലത്ത് നിന്ന് റോഡിലേക്ക് ദൂരമുണ്ട്. ഇതാണ് അധികൃതർ പറയുന്ന മറ്റൊരു വാദം. അതായത് അപകടമുണ്ടായാലും അപകട സ്ഥലത്ത് നിന്ന് റോഡിലേക്ക് നല്ല ദൂരമുണ്ട്, അതുകൊണ്ട് അപകടം സാധാരണ നിലയിൽ ജനങ്ങളെ ബാധിക്കാൻ പോകുന്നില്ല എന്നതാണ് അവർ ഈ വാദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാട്ടുകാരുടെ ആവശ്യങ്ങളിൽ പരിഹാരമുണ്ടാകും എന്നുള്ള ഉറപ്പും NHAI നൽകുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, മഴവെള്ളം വഴിതിരിച്ചു വിടാനുള്ള സ്ഥിരം സംവിധാനം ഉടനുണ്ടാകും. അതാണ് അവർ പറയുന്ന ഒരു ഭാഗം. വെള്ളം തിരിച്ചുവിടാൻ വേണ്ടിയുള്ള സംവിധാനം അത് ഉടൻ ഉണ്ടാകുമെന്നുള്ളതാണ്. അത് നാട്ടുകാരുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യവുമായിരുന്നു. ഇനി മണ്ണും ചെളിയും അടിഞ്ഞ വീടുകളിൽ ശുചീകരണത്തിന് നിർമ്മാണ കമ്പനി തൊഴിലാളികളെ നൽകും. ഇപ്പോൾ അവർ നേരിടുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലായിടങ്ങളിലും ചെളി വന്ന് നിറഞ്ഞു കിടക്കുന്നു. ആ വീടുകൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയുള്ള തൊഴിലാളികളെ കമ്പനി നൽകും എന്നതാണ് നാട്ടുകാർ ഈ പ്രശ്നം ഉന്നയിക്കുമ്പോൾ അവർ നൽകുന്ന ഒരു മറുപടി. മഴവെള്ളത്തിൽ നഷ്ടപ്പെട്ട രേഖകൾ അതുപോലെ ഫർണിച്ചറുകൾക്ക് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്, അതെല്ലാം പുനർനിർമ്മിക്കും അല്ലെങ്കിൽ അത് എത്തിച്ചു കൊടുക്കും എന്നാണ് കമ്പനി നൽകുന്ന മറ്റൊരു ഉറപ്പ്. അതായത് ഈ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടാണല്ലോ ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്, അതുകൊണ്ട് അത് പരിഹരിക്കുമെന്ന് അവർ പറയുന്നു. അങ്ങനെ ജനങ്ങളുടെ എല്ലാ വിധത്തിലുള്ള ആശങ്കകളും പരിഹരിക്കും എന്നതാണ് NHAI ഇപ്പോൾ നൽകിയിരിക്കുന്ന ഉറപ്പ്. അതിന് നിർമ്മാണ കമ്പനിയുടെ ഉത്തരവാദിത്തമാണ് എന്ന് പറയുന്നുണ്ട്. ജനങ്ങളുടെ ഈ പ്രശ്നങ്ങൾ എത്രത്തോളം പരിഹരിക്കപ്പെടും എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം ഒരു നാടിന്റെ വികസനത്തിന്റെ ഭാഗമായി ദേശീയപാത വരുമ്പോൾ അതിൽ ദുരിതം അനുഭവിക്കുന്നവരുടെ എണ്ണം കൂടുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതിനൊരു വികസന പദ്ധതി എന്ന് നമുക്ക് വിളിക്കാനും കഴിയില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം സുരക്ഷിതത്വത്തിന്റെ കാര്യമാണ്. ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമെന്ന് ഭയം ഉള്ള റോഡുകളിലൂടെ നമുക്ക് ഒരിക്കലും സന്തോഷത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി യാത്ര ചെയ്യാനും കഴിയില്ല. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ടുള്ള വികസന പരിപാടികളാകട്ടെ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നത്. അത് ഉറപ്പുവരുത്താൻ അധികാരികൾക്ക് കഴിയട്ടെ. അത് സംസ്ഥാന സർക്കാരായാലും ശരി, കേന്ദ്ര സർക്കാരായാലും ശരി. നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാത 66 ഇടിഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ പല പ്രേക്ഷകരും അവരുടെ അഭിപ്രായങ്ങൾ കുറിക്കുന്നുണ്ട്. റീന സതീശൻ പറയുന്നു, കുപ്പത്തെ സ്ഥിതി വളരെ രൂക്ഷമാണ്, അത് ശരിക്കും മനസ്സിലാകണമെങ്കിൽ നേരിട്ട് കാണണം. ഞങ്ങൾ പരിയാരം പോകുമ്പോൾ കാണാറുണ്ട്, കാണുമ്പോൾ പേടിയാകും. അപ്പോൾ അവിടെ താമസിക്കുന്നവരുടെ കാര്യം പറയണോ? എവിടെയാണെങ്കിലും റീന, ഈ റോഡ് സുരക്ഷിതമല്ലാതെ നിർമ്മിക്കുന്നു എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ്. പിന്നെ ഇത്ര ഉയരത്തിൽ അവിടെ അശാസ്ത്രീയമായ ഒരു നിർമ്മാണ രീതി ഉണ്ട് എന്നതായിരുന്നു ഒന്നാമത്തെ പരാതി. കാരണം അവിടെ വയോഡക്റ്റ് വഴി അല്ലെങ്കിൽ എലിവേറ്റഡ് ഹൈവേ ആയിരുന്നു വേണ്ടിയിരുന്നത്. അതിന് പകരം മണ്ണിട്ട് വയൽ നികത്തി അത് ഉയർത്തിക്കെട്ടിയതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം പലയിടങ്ങളിലും എന്നാണ് പറയുന്നത്. ഏതായാലും ആ കാര്യങ്ങളിലൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. പല ആളുകളും അവരുടെ അഭിപ്രായങ്ങൾ ഇക്കാര്യത്തിൽ രേഖപ്പെടുത്തുന്നുമുണ്ട്. ഇനി മറ്റൊരു വാർത്തയിൽ, കേരള സ്റ്റേറ്റ് സ്മോൾ ഇൻഡസ്ട്രീസ് അസോസിയേഷന്റെ തിരുവനന്തപുരം റീജിയണൽ ഓഫീസ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. KSSIA സംസ്ഥാന പ്രസിഡന്റ് നിസാറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ വർഷങ്ങളിൽ കേരളം വളരെ വലിയ വ്യവസായ വളർച്ചയാണ് കൈവരിച്ചതെന്ന് പി രാജീവ് പറഞ്ഞു. നിക്ഷേപ സംഗമ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 100 കണക്കിന് പുതിയ വ്യവസായ യൂണിറ്റുകൾ കേരളത്തിൽ തുടങ്ങി. ഇതിലൂടെ 1000 കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും എന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അവശ്യ സർവീസായ മിൽമയിലെ ജീവനക്കാർ പണിമുടക്കുന്നത് ശരിയല്ല എന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറയുന്നു. മിൽമയുടെ നഷ്ടം സമരക്കാരിൽ നിന്ന് ഈടാക്കും. മിൽമ MDയെ നിയമിക്കുന്ന ബോർഡിന്റെ തീരുമാനത്തിൽ സർക്കാർ ഇടപെട്ടിട്ടില്ല. സമരക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും വിഷയത്തിൽ ഇടപെടാമെന്നും മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ മിൽമ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവശ്യ സർവീസാണ്. രാവിലെയും വൈകിട്ടുമൊക്കെ ഈ പാല് അത്യാവശ്യക്കാരുടെ കൈകളിൽ എത്തിയില്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. അവശ്യ സർവീസിൽ ഒരിക്കലും ഒരു പണിമുടക്ക് ആരും പ്രഖ്യാപിക്കരുത് എന്ന് ഗവൺമെന്റ് തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നല്ലതുപോലെ അറിയാം. ആ നഷ്ടം സമരക്കാരിൽ നിന്നേ ഈടാക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം MDയുടെ നിയമനത്തിനകത്ത് ട്രേഡ് യൂണിയന് ഒരു കാര്യവുമില്ല. ഭരണകാര്യങ്ങൾ തീരുമാനിക്കപ്പെടേണ്ടുന്നത് മിൽമ തന്നെയാണ്, അതിന്റെ ഭാരവാഹികളാണ്. അവരത്രേ ചെയ്തിട്ടുള്ളൂ, അവരല്ലാതെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിയമപരമായിട്ടാണ് അവരിപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇതോടെ ഇന്നത്തെ പൊതുജനം കഴുതേല സർ എന്നീ പരിപാടി ഇവിടെ പൂർത്തിയാവുകയാണ്.